ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. യൂട്യൂബിൽ പുതിയ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ഡാറ്റ സ്റ്റോറീസ് എന്നാണ് ഈ ഒരു ഫീച്ചർ അറിയപ്പെടുന്നത്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് ക്രിയേറ്റേഴ്സിന് അവരുടെ ഓഡിയൻസ് അവർ എത്ര പെർസെൻറ്റേജ് ഷോർട്സ് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ഈ ഒരു ഫീച്ചർ എക്സ്പെരിമെന്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ കുറച്ച് ക്രിയേറ്റേഴ്സിനെല്ലാമാണ് ലഭിച്ചിട്ടുള്ളത്. അധികം താമസിയാതെ ഈ ഫീച്ചർ എല്ലാ ക്രിയേറ്റേഴ്സിനും ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എക്സ്പയറിംഗ് പോസ്റ്റിന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനും അവർക്ക് എക്സ്പയറിംഗ് പോസ്റ്റ് എല്ലാം പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 24 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂർ ഇത്തരത്തിലെല്ലാം ടൈം ഫിക്സ് ചെയ്ത് പോസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കായി നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം കഴിഞ്ഞാൽ എക്സ്പയർ ആകും. ഇത്തരത്തിൽ എക്സ്പയർ ആയിരിക്കുന്ന പോസ്റ്റുകൾ ക്രിയേറ്റേഴ്സിന് അവരുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോയതിനു ശേഷം ആർക്കൈവ് എന്ന ടാബിൽ പോയാൽ കാണാൻ സാധിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് ടാഗിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതായത് നിങ്ങൾ ഡെസ്ക്ടോപ്പിലെല്ലാം ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പിൻ ചെയ്യാനെല്ലാം സാധിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ മൊബൈൽ ഡിവൈസിൽ കൂടി ലഭ്യമാക്കുകയാണ്. അതായത് നിങ്ങൾ മൊബൈൽ ഫോണിൽ നിന്നും ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പിൻ ചെയ്യാനും അതുപോലെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനെല്ലാം സാധിക്കും. ഇതെല്ലാമാണ് യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്